ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ഒരു ചെറിയൊരു ട്രിപ്പ് പോവാണ് കേട്ടോ കോട്ടയത്തേക്ക്. ബാക്കിൽ കിടക്കുന്ന ഓൾട്ടോ കാറുണ്ടല്ലോ, അതിലാണ് പോവുകയാണത്. അപ്പോൾ നമ്മൾ ചെറിയൊരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തതിന് ശേഷം നമുക്ക് യാത്ര ആരംഭിക്കാം. എൻ്റെ കോട്ടയം ഞാൻ ആശ്രയിക്കുന്നത് ദൈവം എന്ന് പറയും. അവിടെ നിന്നെ വേണ്ടെങ്കിൽ നിന്ന് മാറി നമ്മൾ അന്വേഷിക്കും. അപ്പോൾ നമ്മളുടെ യാത്ര ഇവിടെ ആരംഭിക്കുന്നു. വണ്ടി അതൊക്കെ നൈസായിട്ട് ഇങ്ങനെ പുറകോട്ട് എടുത്തുകൊണ്ടിരിക്കുന്നു. കോട്ടയത്തേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുന്നു. നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതൊക്കെ ചെറിയ ഇടവഴികളാണ്. ഇപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ടച്ച് ചെയ്യാൻ പോകുന്നത് പുത്തൻപീടിയ സെൻറ്റർ, അതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരെ കാണിച്ചേട്ടാ, ഇതിൽ നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു വർക്ക്ഷോപ്പാണ്, ബൈക്ക് വർക്ക്ഷോപ്പ്. ജാക്സൺ എന്നാണ് എൻ്റെ പേര്. അവനവിടെ ഇല്ല, ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ പോയേക്കാം. ഉച്ച സമയമായിട്ടുണ്ടല്ലോ. അപ്പോൾ അവൻ ഫുഡ് കഴിക്കാനൊക്കെ പോയിരിക്കുന്നു. നമ്മളിനി നേരെ മുന്നോട്ട് പോവാം. പിന്നെ ഇപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് പെട്രോൾ അടിക്കണം. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ പുത്തൻപീടിയ സെൻറ്റർ കേട്ടോ. ഇപ്പം തന്നെ LP സ്കൂളുണ്ട്. നമ്മളത് കടന്ന് പിന്നെ പുത്തൻപീടിയ സെൻറ്റർ, പള്ളി സെൻറ്റർ എന്ന് അടുത്ത സെൻറ്റർ. ഇതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള രണ്ട് സ്ഥലങ്ങൾ. മെയിനായിരുന്നു ആദ്യം പുറമേക്കാർക്ക് മെയിനല്ല, പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് ഈ രണ്ട് സ്ഥലങ്ങൾ വളരെ മെയിനാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ പരിപാടികളും, അതായത് മാർക്കറ്റ് കാര്യങ്ങൾ, പള്ളി, അമ്പലം, ഹോസ്പിറ്റല്, അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് എന്നീ എല്ലാ സ്ഥാപനങ്ങളും ഈ സ്ഥലത്തുണ്ട്. അത് കാരണം തന്നെ എല്ലാം കൊണ്ടും ഒരു എന്താ പറയുക, എല്ലാ കാര്യം നടക്കണ ചെറിയൊരു പ്ലേസ് ഒരു ഇതുണ്ട്, ഒരു വീട്ടിലാവശ്യമുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്, ഇമ്പോർട്ടൻസും ഉണ്ട്. അപ്പൊ നമ്മളിനി നമ്മുടെ യാത്ര ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് പുത്തൻപീടിയ സെന്റർ ഇപ്പൊ കടന്നു പോയത്. ഇവിടെ നിന്ന് നേരെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഒരു ചെറിയൊരു ഇതേപോലത്തെ ഒരു ടൗൺ എന്നൊന്നും പറയാൻ പറ്റില്ല, വില്ലേജിൽ അല്ലാതുള്ള സെറ്റപ്പ് ഉണ്ടല്ലോ അത്. പെട്രോൾ അടിക്കാനുള്ള പരിപാടിക്ക് കിടക്കുന്നത്. കാരണം നമ്മൾ നേരത്തെ പെരിങ്ങോട്ടിൽ പെട്രോൾ അടിക്കാന്ന് വിചാരിച്ചത്, പക്ഷെ പെരിങ്ങോട്ടിൽ പെട്രോൾ അടിക്കൽ നടന്നില്ല. ആ 4 കൂടിയ സെൻറ്ററിൽ അവിടെ നിറച്ച് ട്രക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഭയങ്കര ട്രാഫിക്. ഈ അടുത്ത് ഒരു പെട്രോൾ സ്റ്റേഷൻ ഉണ്ടെന്ന് വിചാരിക്കുന്നു ഈ പോണ വഴിയിൽ. അപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മുടെ പെട്രോൾ സ്റ്റേഷൻ. നമ്മളവിടേക്ക് എത്തി. പെട്രോൾ സ്റ്റേഷൻ, പെട്രോൾ പമ്പ് അല്ലെങ്കിൽ വേറെ എന്തൊക്കെയാ പറയാ, അതുപോലെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പെട്രോൾ അടിച്ചിട്ട് യാത്ര ആരംഭിക്കുന്നതായിരിക്കും. ഗൈസ്, അപ്പോൾ നമ്മൾ വീണ്ടും പെട്രോൾ അടിച്ച് യാത്ര പുനരാരംഭിക്കുകയാണ്. ഞാൻ സൈഡൊക്കെ നോക്കി എടുക്കട്ടെ. ഇവിടുന്ന് കുറച്ച് ദൂരം ഓടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇരിങ്ങാലക്കുട എത്തും. ഇരിങ്ങാലക്കുട ഭാഗത്തുനിന്ന് നമ്മൾ ഇരിങ്ങാലക്കുട അല്ല കേട്ടോ, ഒരു കോളേജുള്ള സ്ഥലത്തിൽ, ക്രൈസ്റ്റ് കോളേജുള്ള സ്ഥലം ഇരിങ്ങാലക്കുടയാണ്. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് ആ സൈഡിലേക്ക് എത്തും, ടാണ സെൻറ്റർ. അവിടുന്ന് വീണ്ടും നമ്മൾ ഓടിച്ചിട്ട് മെയിൻ ഹൈവേ ഉണ്ടല്ലോ നമ്മുടെ അങ്കമാലി ആലുവ വഴി, ആ വഴിയിലേക്ക് കടക്കും. ഒരു 4-way ലൈനാണ്. അപ്പോൾ അതിൽ കൂടെ അങ്കമാലിക്ക് പോവില്ല, അങ്കമാലി എത്തും. ആലുവ പോവില്ല, അങ്കമാലി എത്തും. എന്നിട്ട് അവിടുന്ന് ഡീവിയേഷൻ എടുത്തിട്ട് നമ്മൾ കോട്ടയത്തേക്കുള്ള വഴിയിൽ കിടക്കാം. അപ്പോൾ നമ്മളുണ്ടല്ലോ നേരത്തെ പറഞ്ഞു ഞാൻ ഇരിങ്ങാലക്കുട കൂടി പോവാന്നാ പറഞ്ഞ, മറ്റേ ആ 4 വരി പാതയായിരിക്കും. നമ്മളിപ്പോൾ ഇരിങ്ങാലക്കുടയിലേക്ക് പോകണില്ല. അതിനും
ഇത് എളുപ്പ വഴിയാണെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. നമ്മൾ എന്നാലും ഇതിലൂടെ യാത്ര ചെയ്യണമല്ലോ. ഈ സ്ഥലത്തിൻ്റെ പേര് മാപ്രാണ്. മാപ്രാണത്തെ ഒരു ചെറിയൊരു വഴിയുണ്ട് ആ ഒരു മെയിൻ ഹൈവേക്ക് പോണത്. അപ്പോൾ അതിലേക്ക് നമ്മൾ തിരിഞ്ഞു. ഇവിടുന്ന് ഈ വഴിയിലൊരു 10 കിലോമീറ്റർ 7-8 കിലോമീറ്റർ ഉണ്ടായാൽ മതി നമ്മൾ ആ അങ്കമാലി ഹൈവേക്ക് എത്തും. നമ്മുടെ പാലക്കാട് പാലിയേക്കൽ റോഡ്, അങ്കമാലി, ആലുവ ആ റോഡുണ്ട്, എയർപോർട്ടിൻ്റെ സൈഡിൽ കൂടെ പോണ റോഡ്. ആ റോഡിലേക്ക് എത്താം. ആ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ പിന്നെ സിംഗിൾ ലൈൻ ട്രാഫിക് ആവും നമ്മുടെ ആലപ്പുഴ സൈഡിൽ വെച്ചിട്ട്. ഈ വശത്തൊക്കെ നല്ല സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ റോഡ് പിടിച്ചിട്ടാണ് അങ്കമാലി വരെ പോണത്. അവിടുന്ന് ഡീവിയേഷൻ എടുത്തിട്ട് നമ്മൾ പെരുമ്പാവൂർ കൂടി പോകും. കൂടി നമ്മൾ കോട്ടയത്തിന് പോകും. അതാണ് നമ്മൾ ഇപ്പോഴത്തെ ഒരു റൂട്ട് മാപ്പ് എന്നൊക്കെ ഞാൻ വെറുതെ പറയുന്നത് കേട്ടോ. പറഞ്ഞു വന്നപ്പോൾ ഇതിലെത്തിയെന്ന് മാത്രം. അപ്പോൾ അതാണ് നമ്മുടെ വഴി. ഈ വഴി നമ്മൾ മുന്നോട്ട് കുറച്ചും കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റെയിൽവേ ക്രോസ് ഒക്കെ വരും. അതിന് ശേഷം തൊട്ടടുത്താണ് നമ്മൾ ഈ പറഞ്ഞ ഈ 4 വരി പാത. കുറച്ച് ഇതൊക്കെ ഉണ്ട്, സിഗ്നലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇപ്പോൾ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മറ്റേ പദ്ധതി വരുന്നുണ്ടല്ലോ, NH66. അപ്പോൾ അത് വരുമ്പോൾ അടിപൊളിയായിരിക്കും. പിന്നെ കണ്ണടച്ച് ഓടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണടച്ചിട്ടല്ല, നല്ല കോൺസെൻട്രേഷനോട് നന്നായിട്ട് ഓടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ സമയം കുറവിൽ നമുക്ക് സ്ഥലങ്ങളിൽ എത്തിച്ചേരാം. അപ്പോൾ നമ്മളുടെ ഈ വഴിയുടെ പേര് ഞാനിപ്പോൾ മനസ്സിലാക്കിയത് മാപ്രാണത്ത് നിന്ന് പുതുക്കാട്ടേക്ക് പോണ വഴിയാണ് കേട്ടോ. നല്ല സീനറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നല്ല പുഴയല്ലാട്ട കനാലും എന്താ പറയുക പാടശേഖരങ്ങൾ, കോൾപ്പാടശേഖരങ്ങൾ, അതിൽ കുറച്ച് കണക്ഷൻസൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ കോൾപ്പാടം നികത്തിയിട്ടാണ് ഇവിടെ ഈ വഴി പണിതിട്ടുള്ളത്. പണ്ടുള്ള വഴിയാണ്. ഇപ്പോൾ വെള്ളപ്പൊക്കമൊക്കെ ആയി വീണ്ടും മണ്ണിട്ട് ഉയർത്തി പണിതിട്ടുണ്ടായിരിക്കണം. കാരണം 2008 വെള്ളപ്പൊക്കത്തിൽ തൃശ്ശൂർ ജില്ല മൊത്തത്തിൽ ക്ലോസ് ആയ പോലെയാണ്. ചില ഭാഗങ്ങളിൽ കുറച്ച് ദൂരം മാത്രം വണ്ടി ഓടിക്കാൻ പറ്റും. അന്ന കാലത്ത് ഞാൻ ഓർക്കുന്നത് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് 5 കിലോമീറ്റർ മാത്രം സർക്കിളിൽ വണ്ടി ഓടിക്കാൻ പറ്റിയോന്നുള്ളൂ. ഈ കള്ള് ഷോപ്പിൽ ഇങ്ങനെ ആൾക്കാരൊക്കെ വരണതാട്ടെ ഫുഡും കറികളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. ചെറിയൊരു സെറ്റപ്പാണ്. അപ്പോൾ അവിടെ ആൾക്കാർ ഇങ്ങനെ സന്ധ്യ സമയത്തും നോർമൽ ഇവിടെയുള്ള ലോക്കലിലുള്ള ആൾക്കാർ, പിന്നെ പുറമേയുള്ള ആൾക്കാർ ഇങ്ങനെ ചെറിയ ഇതിന് കുറച്ച് ആൾക്കാർ വ്ളോഗൊക്കെ ചെയ്ത് ഇങ്ങനെ പബ്ലിസിറ്റി കൊടുത്തിട്ടുണ്ട്. പടണ്ടറിഞ്ഞ് വരുന്ന ആൾക്കാരുണ്ട്. പറഞ്ഞ റെയിൽവേ ക്രോസ് ഇതാട്ടാ ഈ വഴിയിൽ, അതായത് മാപ്രാണം പിന്നെ ഈ വഴി എന്നിട്ട് പുതുക്കാട് റോഡിലെ റെയിൽവേ ക്രോസ്. ഇത് ഒരു മെയിൻ ലൈനാണ്. ഗുരുവായൂർ തൃശ്ശൂർ ലൈൻ പോലെയല്ല, മെയിൻ ലൈനാണ്. കേരളത്തിൽ ഉടനീളം ഉള്ള ലൈനാണ്. അപ്പോൾ മിക്കപ്പോഴും ഇവിടെ ട്രാഫിക് കിട്ടാറുണ്ട് ട്രെയിൻ പോണ കാരണം. ഇതിലൂടെ കുറേ സമയത്ത്, അതായത് രാവിലെയും ഈവനിങ്ങിലൊക്കെ ഭയങ്കര ട്രെയിനിൻ്റെ സർവീസ് ഉണ്ട്. ഈ ഉച്ച സമയമൊക്കെ ആകുമ്പോൾ വളരെ കുറച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറവായിരിക്കും. രാവിലെയും ഉച്ച തിരിഞ്ഞു നേരത്തെ പീക്ക് അവേഴ്സ് വെച്ച് നോക്കുമ്പോൾ ട്രെയിനിൻ്റെ അളവ് കുറവായിരിക്കും. അളവെന്നില്ല, സർവീസസ് ഈ റൂട്ടിലൂടെ വന്നാലും ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ലക്കിന് പെട്ടെന്ന് അങ്ങോട്ട് പാസ് ചെയ്ത് കിട്ടി. അപ്പോൾ നമ്മൾ ഈ വഴിയിലൂടെ നേരെ ചെന്നെത്തുന്നത് പുതുക്കാട് സെൻറ്ററാണ്. പുതുക്കാട് സെൻറ്റർ കഴിഞ്ഞിട്ട് ഉള്ള ഭാഗം, ടോളൊക്കെ കഴിഞ്ഞിട്ടുള്ള ഭാഗം. അപ്പോൾ നമുക്ക് പിന്നെ ടോള് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ റോഡ് ഉപയോഗിക്കുന്ന കാരണം. നമ്മൾ നമ്മുടെ സെൻറ്ററിലെത്തി. പുതുക്കാട് സെൻറ്ററല്ല, പുതുക്കാട് ഭാഗത്തെത്തി. ഈ വഴിയിലൂടെ നമ്മൾ അപ്പുറത്തെ വഴിയിലേക്ക് യൂ ടേൺ എടുക്കും, അങ്കമാലി സൈഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. നല്ല വഴികളാട്ടെ, നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൈഡിൽ ഇങ്ങനെ മെയിൻറ്റെയിൻ അല്ലെങ്കിലും പുല്ലും കാര്യങ്ങളും അതുപോലെ തന്നെ ചെടികളൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ യൂ ടേൺ എടുക്കാനുള്ള ടൈമാവും.
എത്തി. അവിടുത്തെ ഫ്ലൈ ഓവറൊക്കെ ജമ്പ് ചെയ്ത് പോവുക. ആൾക്കാർക്കൊക്കെ ബസ്സൊക്കെ കയറണമെങ്കിൽ അവർ ഡീവിയേഷൻ എടുത്തു അപ്പുറത്തവിടെ സിറ്റിയിൽ പോകും. സിറ്റിയിലല്ല, ആ ചെറിയ ടൗണിൻ്റെ ഉള്ളിൽ പോകും ആൾക്കാർ കയറ്റാൻ. അല്ലാത്തവർ ഇങ്ങനെ ഈ ഓവർ ബ്രിഡ്ജ് എടുത്ത് നേരെ കവർ ചെയ്ത് മുന്നോട്ട് പോലെയാണ് പരിപാടി. ട്രാഫിക്കും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ ഭയങ്കര ട്രാഫിക്കാണെന്ന് പണ്ട് ഇവിടെ ഉണ്ട്. പ്രത്യേകിച്ച് ഈ സാധനം പണിയുമ്പോൾ ഈ ഓവർ ബ്രിഡ്ജ് പണിയുന്ന സമയത്തുണ്ടല്ലോ വളരെ വലിയ ട്രാഫിക്കാണ്. പെട്ടെന്ന് നമ്മളിവിടുത്തെ ഗവൺമെൻറ് ഒന്നും പണി തീർക്കില്ല. അതാ ബുദ്ധിമുട്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ദുബായിലത്തെ കേസൊക്കെ പറയുകയാണെങ്കിലുണ്ടല്ലോ 6 മാസം കൊണ്ടൊക്കെ ഫ്ലൈ ഓവർ പണിത് കച്ചവടം അവസാനിപ്പിക്കുക അവർ. ഇതാണെങ്കിൽ ഇവിടെ വളരെ ബുദ്ധിമുട്ടാണ് പണി അവസാനിപ്പിക്കാൻ. ഒരാള് റെഡ് കാണിച്ച് നിൽക്കണം, ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യാതെ കാണിച്ചത് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യണത്. അപ്പോൾ ഒരാളവിടെ നിന്നിട്ട് ചോപ്പക്കൊടി കാണിച്ചിട്ട് പോവാനാ പറയണത്. പക്ഷേ എനിക്കറിയില്ല, ഇപ്പോൾ ആള് ചിലപ്പോൾ അറിയാണ്ടായിരിക്കാണ്ട് ആൾക്ക് പച്ചക്കൊടിയെ ശരിക്കും കൊടുക്കേണ്ടത്, അത്ര അധികം കോഷൻ ഇല്ലെങ്കിൽ. അങ്ങനെ അപ്പോൾ ഇത് ഈ ഒരു ഹൈവേ സൈഡ് എൻ്റെ മീഡിയൻസൊക്കെ അധികം പൊരുള്ളതൊക്കെ വെട്ടി തെളിച്ച് നല്ല ഭംഗിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ എളവന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്തിട്ട് എളവന്നൂർ ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെയുള്ള അങ്കമാലിക്ക്. പിന്നെ എന്താ പറയുക, പിന്നെ ഇവിടെ 2 ചർച്ചസ് ഉണ്ട് നമ്മുടെ. ഇത് കത്തോലിക്കാരി, അപ്പുറത്ത് ഓർത്തഡോക്സുകാരി എന്ന് പറഞ്ഞത് എതിർഭാഗമായിട്ട് നിൽക്കണ പോലെ. ഞാൻ പലവട്ടം പരിപാടിക്ക് പോകുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് ഈ 2 ചർച്ച. അങ്കമാലി സൈഡിലെത്താറേ ഇപ്പോൾ കരയാം പറമ്പ് എന്ന് പറഞ്ഞ പ്ലേസാണ് ഈ ഓർത്തഡോക്സും. നേരത്തെ നമ്മൾ ബിഹൈൻഡിൽ കണ്ട അപ്പുറത്ത് കണ്ട കത്തോലിക്കാരുടെ പള്ളി. നല്ലൊരു സ്പോട്ടാണിത്. സ്പോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കണ കാരണം പെട്ടെന്ന് ആൾക്കാർ ശ്രദ്ധിക്കും. അപ്പോൾ നമ്മൾ അങ്കമാലി എത്തിയിട്ട് അങ്കമാലിയിൽ നമ്മൾ ആ ജംഗ്ഷനിൽ പോകണില്ല. ഇതിൻ്റെ ഇടയിൽക്കൂടെ നമ്മുടെ അങ്കമാലി എന്താ പറയുക KSRTC സ്റ്റാൻഡിൻ്റെ അതിൽ കൂടെ ഒരു പോക്കറ്റ് റോഡുണ്ട്. ആ റോഡിൽ കൂടെ നമ്മൾ കടന്നിട്ട് നമ്മുടെ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലുണ്ട്, അതിനോട് ചേരെ നമ്മൾ അപ്പോൾ ആ MC റോഡിലേക്ക് നമ്മൾ ഈ സൈഡിൽ നിന്ന് കിടക്കും. ഏത് ലിറ്റിൽ ഫ്ലവറിൻ്റെ അതിൽ കൂടെ ഈ ചെറിയൊരു പോക്കറ്റ് റോഡിൽ കൂടെ കയറിയിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ പോക്കറ്റ് റോഡ്. ഇതിലേക്ക് നമ്മളിങ്ങനെ പ്രവേശിക്കും. അല്ലെങ്കിൽ നമ്മൾ ആ ട്രാഫിക്കിൽ പോയിട്ട് അങ്കമാലി വലിയ ജംഗ്ഷൻ ഉണ്ടല്ലോ അവിടെ പോയിട്ട് കുടുങ്ങി കിടക്കേണ്ടി വരും. ഇവിടെ ചെറിയ ട്രാഫിക് ഉള്ളൂ, എന്നാലും നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. അറ്റ്ലീസ്റ്റ് വണ്ടി റണ്ണിങ് ആയിരിക്കും. മറ്റോട്ടാണെങ്കിൽ എന്താ പറയുക, ബമ്പർ ടു ബമ്പർ ട്രാഫിക് പോലെ ഇരിക്കും. പിന്നെ ചില ആൾക്കാരുണ്ട് ഇങ്ങനെ ബൈക്കൊക്കെ നമ്മുടെ ഇടതുവശത്തെ കൂടെ കയറി പോകും. ചില സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും, കാരണം നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിച്ചോണമെന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ലിറ്റിൽ ഫ്ലവർ ജംഗ്ഷൻ, അതായത് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ജംഗ്ഷൻ. ഇവിടുന്ന് ഹോസ്പിറ്റൽ തുടങ്ങാം കേട്ടോ. ട്രാഫിക് ഉണ്ട്, ഇവിടുന്ന് തുടങ്ങും കിടക്കുക. ഇതാണ് കേട്ടോ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ. ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ നമ്മുടെ പേര് ഇവിടെയൊക്കെ ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള സ്ഥലങ്ങളാണ്. മെയിനായിട്ട് ഇവിടെ കണ്ണിനാണ് മെയിനായിട്ട് എല്ലാവരും കൂടുതലും വരുന്നത്. കണ്ണിനാണോ? കണ്ണ് അങ്ങനെ. പിന്നെ ഇവിടുന്ന് കുറച്ച് പോയാൽ നമ്മുടെ എയർപോർട്ടിലേക്ക് ഒരു കട്ടിങ് ഉണ്ട്. എയർപോർട്ടിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ കയറുന്ന വഴി ഇതിൽ കൂടെയാണ്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ എൻട്രൻസിലേക്ക് പോകണമെങ്കിൽ ആ അങ്കമാലി മെയിൻ ജംഗ്ഷൻ ഉണ്ടല്ലോ, ആ മെയിൻ ജംഗ്ഷനിൽ കൂടെ പോയിട്ട് അത്താണി എന്ന് പറഞ്ഞ സ്ഥലത്തും അത്താണിയിൽ നിന്ന് ഡീവിയേഷൻ എടുത്താലാണ് നമ്മുടെ മെയിനായിട്ടുള്ള എൻട്രൻസിൽ കൂടെ എത്താം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ സൈഡിൽ നിന്നൊക്കെ വരുന്നവർക്ക് ഇതുകൊണ്ട് ഭയങ്കര ലാഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻസും കുറവും, പെട്ടെന്ന് എയർപോർട്ട് റീച്ചബിളും ബാക്ക് സൈഡാണ്. റീച്ചബിൾ എത്ര ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് അറിയില്ലെങ്കിലും ഒരു 5 മിനിറ്റ് എങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഈ ജംഗ്ഷനിലുണ്ടല്ലോ, ഈ അങ്കമാലിയിൽ നിന്ന് നമ്മുടെ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൻ്റെ വഴിയിലൂടെ നേരെ മുന്നോട്ട് വരുമ്പോൾ ആ വണ്ടികളൊക്കെ പോകുന്ന ഒരു ഡീവിയേഷൻ ഉണ്ടല്ലോ, അതാണ് എയർപോർട്ടിലേക്ക് പോകുന്ന വഴി. ഈ ബൈക്കുകാരനൊക്കെ തിരിയാൻ പോണ വഴി. അപ്പോൾ നമ്മുടെ കാലടി എത്തിയിട്ടേ, കാലടി നമ്മുടെ ശങ്കരാചാര്യരുടെ സ്ഥലം. ഇത് പണ്ടേ മുതൽ കാലടി എന്ന് പറയുമ്പോൾ ഒരു ഐക്കോണിക് സ്ട്രക്ചറാണ് ഈ ഒരു ഗോപുരം.
ടൈപ്പിൽ കാണുന്നു. ഇത് കഴിഞ്ഞാലാണ് പ്രശസ്തമായ കാലടി പാലം. പക്ഷേ ട്രാഫിക് അവിടെ നോക്കട്ടെ, പോയി നോക്കട്ടെ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത് എന്നിട്ട് കണ്ടറിയാം. ഒരു ആംബുലൻസ് പോകണം, പാവത്തിന് എന്തെങ്കിലും അപകടം വരാണ്ടിരിക്കുക. ഇത് ക്ഷേത്രമാണ്, കാലടിയിലത്തെ ഒരു ക്ഷേത്രമാണ്. കാലടി എന്ന് പറയുമ്പോൾ ഈ ഒരു ഗോപുരവും ഭയങ്കര പ്രശസ്തമാണ്. നല്ലൊരു ഡ്രൈവർ ഒന്നും നോക്കാണ്ട് ചവിട്ടി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. എന്താ പറയാ, അവരങ്ങനെ ഡ്രൈവ് ചെയ്യുന്നു, നമ്മളെങ്ങനെ ഡ്രൈവ് നമ്മളെന്ത് പറയും, സൂക്ഷിച്ചും കണ്ടൊക്കെ പോവുക. നമ്മൾ ഓൾട്ടോയിൽ യാത്ര ചെയ്യുന്ന കാരണം കൂടുതൽ സൂക്ഷ്മത കൂടുതൽ വേണം, അല്ലെങ്കിൽ നമ്മൾ വേറെ വഴിക്ക് പോകും മുകളിലേക്ക്. അങ്ങനെ വേറൊരു ജംഗ്ഷൻ കാലടിയിൽ ഇതൊക്കെ ഭയങ്കര കോമഡിയാണ്. പോലീസ് ഉണ്ടെങ്കിൽ തന്നെ ആൾക്കാർ നിർത്തിയില്ലെങ്കിൽ ഇല്ല. അപ്പം നമ്മളതുപോലെ തന്നെ പോണത്, അല്ലെങ്കിൽ നമ്മളാ എവിടെ വന്ന് നിന്ന പോയിന്റ് അവിടെ തന്നെ നിൽക്കും. ഇപ്പം കണ്ട ഇവരൊക്കെ ഇങ്ങനെ എടുത്ത് പോണ കണ്ട. അപ്പം അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഇതാണ് ഇവിടുത്തെ സ്ഥിതി. അപ്പം നമുക്ക് എപ്പോൾ സമയം കിട്ടുന്നു അപ്പം നമ്മൾ പതുക്കെ ഇങ്ങനെ മൂവ് ചെയ്യിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഇതങ്ങോട്ട് കയറി കഴിയുമ്പോഴാണ് കാലടി പാലം. ഇപ്പോഴത്തെ ഒരു നിലവിലെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ട്രാഫിക് ഒന്നുമില്ല. ആ വണ്ടിയിൽ നിന്ന് പോകണ കരിഞ്ഞ പോകാൻ മാത്രമേ ഉള്ളൂ. സാധനമില്ല, എന്താ പറയുക, ചിലപ്പോൾ ഡീസൽ കത്തുന്നതാവും, ചിലപ്പോൾ ഡീസൽ പ്ലസ് ഓയിൽ കത്തുന്നതാവും. അങ്ങനെ അപ്പോൾ അതെ കാലടി പാലത്തിലേക്ക് കയറി. പാലത്തിൻ്റെ നമ്മളുടെ ലെഫ്റ്റ് സൈഡിലൊരു അമ്പലം ഉണ്ട് കേട്ടോ, ഈ നദിയുടെ തീരത്ത് തന്നെയായിട്ട്. ചേച്ചി എന്നെ വൈൽഡായിട്ട് നോക്കി, കാരണം എൻ്റെ പ്രശ്നമാണ്, ഞാൻ അങ്ങോട്ട് അടുപ്പിച്ചെടുത്തു. അവരൊന്ന് പേടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കാഡായി. അതാണ് ആ ഒരു ചെറിയൊരു ബിൽഡിംഗ് ഉണ്ട് അവിടെ, ചെറിയൊരു ഇത് ചിലപ്പോൾ ഇതിൽ കാണണമെന്നില്ല. അപ്പം ഇതാണ് കാലടി പാലവും അതിലെ താഴെയുള്ള ചെറിയൊരു ക്ഷേത്രം. ഇത് പഴയ പാലം, ഇത് പിന്നെ പുതുക്കി പണി അല്ലെങ്കിൽ വേറൊരു അഡീഷണൽ പാലം അപ്പുറത്തെ കൂടി ഇട്ട് ഈ ട്രാഫിക് 4 ലൈനാക്കി എടുക്കായിരുന്നെങ്കിൽ ഭയങ്കര ഉപകാരപ്പെട്ടേനെ. ഇത് ഭയങ്കര കൺജസ്റ്റഡ് ആണ്. ഇപ്പം കൺജസ്റ്റഡ് ഇല്ല. ഇപ്പം ഞാൻ ഈ വന്ന വഴിയിൽ ക്ലിയർ വേ ആയിരുന്നു, പക്ഷെ ചില സമയത്തുണ്ടല്ലോ ഇവിടെ ഒരു ജാതി ട്രാഫിക് ആയിരിക്കും. ഇത് മാത്രമല്ല, ഈ പാലം ഇറങ്ങി കഴിയുമ്പോൾ അപ്പുറത്തെ ഒരു ജംഗ്ഷനുണ്ട്, അവിടെ വളരെ നല്ല കോമഡി നടക്കുക. അത് നോക്കിയും കണ്ട് നമ്മൾ പതുക്കെ അരിച്ചരിച്ച് പോകണം. എന്നാൽ തന്നെ അപ്പുറം ഒന്ന് കടന്ന് കിട്ടുള്ളൂ. അവിടെ ക്ഷമയും വേണം കേട്ടോ, അല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുത്തി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപകടവും കാര്യങ്ങളും ആക്സിഡൻ്റ് ഒക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. പിടിക്കാനൊക്കെ പോകണം. നമ്മുടെ തൊടുപുഴ ഈ പെരുമ്പാവൂര് കഴിഞ്ഞ് പിന്നെ തൊടുപുഴയല്ല, മൂവാറ്റുപുഴ. സോറി, മൂവാറ്റുപുഴക്കിന് പോകണം. അതിൻ്റെ ഇടയിലുള്ള കാഴ്ചകളൊക്കെയാണ് പരിപാടി. ബാക്കിൽ ഒരു വണ്ടി ഇങ്ങനെ ഓൺ അടിക്കുന്നു, നമ്മുടെ സൈഡ് കൊടുക്കുന്നു. അവർക്കും ഹാപ്പി, നമുക്കും ഹാപ്പി. പുതിയ വണ്ടിയാട്ടെ. അത് ചിലപ്പോൾ നമ്പറിന് വേണ്ടി വെയിറ്റ് ചെയ്യണോ, ഈ ലേലത്തിന് നമ്പർ എടുക്കില്ല, ഇഷ്ടപ്പെട്ട നമ്പർ, അല്ലെങ്കിൽ ഷോറൂമിൽ നിന്ന് നമ്പർ പതിപ്പിച്ചിട്ട് വിടും. ഞാൻ പറഞ്ഞായിട്ട് നമുക്കറിയില്ല. ഒരു ടാറ്റക്കാരും ഇതേപോലെ നല്ല സ്പീഡിൽ ബാക്കിൽ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ നല്ല മഴയായിരുന്നു. ഇപ്പോൾ മഴയില്ല, എന്നാലും ഉണ്ട്. എന്നാലും വല്ലപ്പോഴും ചാറ്റൽ മഴ. യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ മൂവാറ്റുപുഴ ടൗണിൽ എത്തിയിട്ടാ. ഈ മൂവാറ്റുപുഴ അപ്പുറത്ത് കാണാതെ ബസ് സ്റ്റാൻഡ് കാണിച്ചു കൊടുത്താൽ നേരെ, അത് ബസ് സ്റ്റാൻഡ്. നേരെ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂവാറ്റുപുഴ ആറ് ബ്രിഡ്ജും കൂടിയിട്ടുള്ള സെറ്റപ്പ്. അതർ ഗായ് അടുത്ത ആൾ പാസ് ചെയ്തു റോങ് സൈഡിൽ. നമ്മളിങ്ങനെ റോങ് സൈഡിൽ ബൈക്ക് പോകുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് സ്കേഡാവും. എന്താ പറയുക,
നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അപ്പുറത്തെ ഒരാൾ നമ്മുടെ വീടിൻ്റെ അവിടെ സൈഡ് കൂടിയിട്ട് അപ്പോൾ ഇതാണ് മൂവാറ്റുപുഴ ആറ്. ഈ സൈഡിലും ആ സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് ഇങ്ങനെ വെള്ളം പോണതാണ്. മണ്ണൊക്കെ വരുമ്പോൾ നമ്മളെ ബസ്സിൽ KSRTC ബസ്സിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കണ ഒരു ഇതാണ്. അതിൻ്റെ ഒരു നൊസ്റ്റാൾജിയ. പിന്നെ ഇവിടെ കുറച്ച് നല്ല നല്ല സ്ഥലങ്ങൾ എന്ന് പറയാം. ടൗണിൻ്റെ ഒരു പ്രതീതി. ഗൈസ് അപ്പോൾ നമ്മളുണ്ടല്ലോ വരുന്ന വഴിക്ക് ബാക്ക് സൈഡിൽ കുറച്ച് ഒരു ചേച്ചി റംബൂട്ടാൻ വിൽക്കുന്ന കണ്ടുകൂട്ടാ. റംബൂട്ടാൻ നല്ല മധുരമുള്ള സാധനമാണ്. നമ്മുടെ ഇവിടെയൊക്കെ വില കൂടുതലാണ്. ഇവിടെ 250 കിലോ ഒക്കെ ഇല്ലോ. എവിടെ എൻ്റെ മോൻ കൂടി കാണിച്ചു. യെസ് ഗൈസ്, അപ്പോൾ ഇവിടെ 250 രൂപ ഒക്കെ ഇല്ല. അപ്പം നമുക്ക് ലാഭത്തിന് കിട്ടിയപ്പോൾ ഒന്ന് വാങ്ങിച്ച് പടയ്ക്കുക. ഇത് ഞങ്ങളിപ്പോൾ തന്നെ അവസാനിപ്പിക്കും ഇവിടെ വെച്ചിട്ട് തന്നെ. വേറെ ബാക്കിയൊന്നും വീട്ടിലേക്കൊന്നും ഇല്ല. വീട്ടിലുള്ള ഗൈസ് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഞങ്ങളെ ആക്രമിക്കാൻ വരരുത്. ഓക്കെ, അപ്പോൾ ഞങ്ങളിതൊന്ന് പടയ്ക്കട്ടെ രണ്ടുപേരും കൂടിയിട്ട്. അപ്പോൾ ഈ സ്ട്രെച്ച് ഉണ്ടല്ലോ, ഇത് നല്ലൊരു സ്ട്രെച്ചാണ്. നമ്മുടെ താഴെ എന്ന് പറഞ്ഞാൽ ഇറക്കവും കയറ്റമായിട്ടുള്ളൊരു നന്നായിട്ട് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു റോഡാണ്. MC റോഡിൻ്റെ ചെറിയൊരു ഭാഗമാണിത്. നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ ആയിട്ട്. ഈ ഒരു ഏരിയ ആണ് MC റോഡിൽ കോട്ടയം വഴിക്ക് പോകുമ്പോൾ നല്ലൊരു എന്താ പറയുക, ഒരു കുളിർമ എന്ന് പറയും. നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം നമുക്ക് എൻജോയ് ചെയ്ത് ഡ്രൈവ് ചെയ്യാം. സ്ലോവിൽ നമ്മളെപ്പോഴും ഫാസ്റ്റായിട്ട് ഒരിക്കലും ഡ്രൈവ് ചെയ്യാൻ പാടില്ല ഈ വഴി കൂടെ. പ്രത്യേകിച്ച് മഴക്കാലത്ത് സ്ലിപ്പറി ആയിട്ട് നമ്മുടെ താഴെയുള്ള ഭാഗത്തേക്കൊക്കെ വണ്ടി പതിക്കാനും അപകടമൊക്കെ നടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വഴി നല്ലൊരു ഭംഗിയുള്ളതാണ്. ഈ കൂടി സ്ലോ ആയിട്ട് ഓടിക്കുക. യെസ് ഗൈസ്, അപ്പോൾ നമ്മുടെ MC റോഡിലെ ഒരു പ്രത്യേക ഒരു അട്രാക്ഷൻ എല്ലാവരും ശ്രദ്ധിക്കുന്നത് ഈ ഒരു തറവാട് കേട്ടോ. 2 ആനകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു തറവാട്. ചിലപ്പോൾ ഇതിൽ സൂമിങ് ഇല്ലാത്ത കാരണം ക്ലിയർ ആയിട്ട് കിട്ടണമെന്നില്ല. അതായത് പൊതുവെ എല്ലാവർക്കും അറിയാം ഈ MC റോഡിൽ ഇപ്പം കാണിച്ചൊരു തറവാട് വീട് പണ്ടേ മുതൽ നല്ലൊരു ആകർഷണീയമായിട്ട് ഇങ്ങനെ തലയെടുപ്പോട് കൂടി നിൽക്കുന്നതാണ്. ഈ ഒരു എല്ലാവരും നോട്ടീസ് ചെയ്യും. അങ്ങനെ നമ്മൾ കുറവലങ്ങാട് സിറ്റിയിലെത്തിയിട്ടാ. ബുദ്ധിയുള്ള ആൾക്കാരെ വണ്ടി ഓടിക്കുന്നത് കണ്ടില്ല. ഇപ്പോൾ തന്നെ നിങ്ങൾ വെറുതെ ഇവിടെ കയറ്റിയെടുക്കുക. കുഴപ്പമുള്ള ദിവസം നല്ല ഇപ്പോൾ സമയമായിട്ടില്ല. ഇനി വേറെ ആൾക്കാർ ഇങ്ങനെ നോട്ടമില്ലാണ്ട് വണ്ടി ഓടിക്കുമ്പോൾ അതിൽ പെട്ടോളും. അപ്പോൾ ആ കാര്യം വിടാം. അപ്പോൾ നമ്മൾ കുറവലങ്ങാട് എത്തിയ ഏകദേശം ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ നമ്മുടെ വീട്ടിലേക്ക്. അപ്പോൾ ഇതൊക്കെ സ്കൂളിൻ്റെ പരിപാടികളാണ്. സെൻറ് മേരീസ് ഗേൾസ് സ്കൂള്, ബോയ്സ് സ്കൂള്, കുറവലങ്ങാട്. പിന്നെ ഇത്രയും കൂടിയും പോയി കഴിഞ്ഞാൽ മാർത്താ മറിയം എന്ന് പറഞ്ഞിട്ട് ഒരു പള്ളിയുണ്ട്. ആ വലിയൊരു പള്ളി അവിടുത്തെ ഭയങ്കര പ്രസിദ്ധമായിട്ടുള്ള പള്ളി. ഇവിടെ കുറേ ആരാധനയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ക്രിസ്ത്യൻസിൻ്റെ. അപ്പോൾ അത് ഈ ഇവിടുന്ന് സൂമൊന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കും. കാണുന്നതാണ് ആ മാർത്താ മറിയം പള്ളി. ഇവിടെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളും കാര്യങ്ങളും കോളേജുകളും പിന്നെ കുറച്ച് ഗവൺമെൻറ് സ്ഥാപനങ്ങളും അതായത് BSNL ഓഫീസ് കാര്യങ്ങൾ അങ്ങനെ കുറേ പരിപാടി. പിന്നെ മാർക്കറ്റും ഉണ്ട്. ഇപ്പം ഒരു വീട്ടിലേക്കുള്ള അപ്പം എല്ലാ പരിപാടികളും ഇവിടെ നടക്കുക. ഏകദേശം കാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ അവിടെ ഹോസ്പിറ്റലുണ്ട്, സെൻറ്റ് വിൻസെൻ്റ് ഹോസ്പിറ്റൽ. ചെറിയൊരു ഹോസ്പിറ്റലാണ്. നല്ല വലിയ ആക്സിഡൻറ്റ് കേസല്ലെങ്കിൽ കൂടിയും ചെറിയ ചെറിയ പരിപാടികളൊക്കെ, ചെറിയ ചെറിയ രോഗങ്ങളുടെ നിരീക്ഷണവും അതായത് ഒന്ന് ഹീലായി എടുക്കാനുള്ള പരിപാടിയൊക്കെ അവിടെയുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ചെറിയൊരു തിരക്കുണ്ട്. തിരക്കുള്ളൊരു ജംഗ്ഷനും കൂടി കാര്യങ്ങളാണ്. ഇതാണ് കുറവലങ്ങാടിനെ കുറിച്ച് പറയാനുള്ളത്. ഗൈസ്, ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ലോക്കൽ വഴിയിൽ കയറി നല്ല ശാന്തസുന്ദരമായ വഴി, പ്രകൃതി രമണീയമായ വഴികളാട്ടാണ്. വഴികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബർ കാടും കാര്യങ്ങളും നല്ല രസമുണ്ട്. അപ്പോൾ എന്നെ കാണിച്ചാൽ കരിഞ്ഞിട്ടായിരിക്കുന്നുണ്ടാവുക എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ്. നമ്മൾ നമ്മുടെ വീട്ടിലെത്തിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം 2-3 മിനിറ്റിലെത്തും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച്
ഗൈസ്. അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബിങ് ബട്ടണും ബെൽ ബട്ടണും പിന്നെ ഷെയർ ബട്ടണും ലൈക്കൊക്കെ തന്ന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തോണം. ഒരു പുതിയ ഒരു സംരംഭമാണ്. അപ്പോൾ താങ്ക് യു ഗൈസ് എല്ലാവർക്കും.